Hey guys, welcome back to NKL Edits. So hey guys, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ട ഒരു അഗ്രസീവ് ഷേക്ക് എങ്ങനെ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ടു. അപ്പോൾ ഗൈസ് നിങ്ങൾ എന്ത് ചെയ്യുക, ക്യാപ്കട്ട് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ക്യാപ്കട്ട് പ്രോ ആണ് യൂസ് ചെയ്യേണ്ടത്. അതിൽ മാത്രമേ നമ്മളിപ്പം എടുക്കുന്ന ആ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ക്യാപ്കട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു VPN കണക്ട് ചെയ്യുക. സോ ഗൈസ് അപ്പോൾ ഞാനിവിടെ ഇതേപോലെ കുറച്ച് 2 ക്ലിപ്സ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഈ 2 ക്ലിപ്പിൽ നിങ്ങൾക്ക് ജസ്റ്റ് അതൊന്ന് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ക്ലിപ്പ് സെലക്ട് ചെയ്യുക, നമ്മൾ ആനിമേഷനിലേക്ക് പോവുക. ആനിമേഷനിലേക്ക് പോയ ശേഷം നമ്മളൊരു ഷെയ്ക്കാണ് കൊടുക്കേണ്ടത്. ഇതിൽ ഏറ്റവും ലാസ്റ്റിലേക്ക് വരിക. ഏറ്റവും ലാസ്റ്റിലേക്ക് വന്നാൽ നമുക്കിവിടെ ഷെയ്ക്ക് 1 എന്നുള്ളൊരു എഫക്റ്റ് ഉണ്ട്, അത് മീൻസ് ഒരു ആനിമേഷൻ ഉണ്ട്, അത് കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ വന്ന ഒരു 0.2 സെക്കൻഡ്സ് ഒക്കെ സെറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ക്ലിപ്പിലേക്ക് പോവുക. അടുത്ത ക്ലിപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, സെയിം ഷേക്ക് 1 തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിലും നമ്മളൊരു 0.2 സെക്കൻഡ്സ് തന്നെ കറക്റ്റായി സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയ വെച്ചാൽ ഫസ്റ്റ് ഒരു ആനിമേഷനിലൊരു ചെറിയൊരു ഷേക്ക് എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ക്യാപ്കട്ട് ചെറിയൊരു ലാഗാണ്, അതൊരു VPN പ്രശ്നമാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജിൻ്റെ ഒക്കെ പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇതിലേക്ക് എഫക്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, എഫക്ട്സിൽ പോവുക, വീഡിയോ എഫക്ട്സിലേക്ക് വരിക. വീഡിയോ എഫക്ട്സിലേക്ക് വന്ന ശേഷം നമുക്കിത് കുറച്ചൊരു ലോഡിങ് ടൈം ഉണ്ട്, അത് ഒരു VPN പ്രശ്നമാണ്. ഓക്കെ, VPN കറക്റ്റായി കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു എഫക്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ദെൻ എന്ത് ചെയ്യുക, നമ്മൾ ഒബ്ലിക് ബ്ലർ സെലക്ട് ചെയ്ത് ടിക്ക് മാർക്ക് കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇത് എത്ര ചെറുതാക്കാനാവോ അത്രയും ചെറുതാക്കുക. അതായത് ഏറ്റവും എത്ര ചെറുതാക്കാൻ പറ്റും അത്രയും ചെറുതാക്കിയ ശേഷം നമ്മൾ അഡ്ജസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട, അതായത് ബ്ലർ, റൊട്ടേഷൻ, ഇങ്ങനെ 2 ഓപ്ഷൻ ആയിരിക്കും നമുക്കിവിടെ ഉണ്ടാവുക. ഇവിടെ വന്ന് ബ്ലറിൻ്റെ വാല്യൂ വന്നൊരു 90ലേക്ക് സെറ്റ് ചെയ്യുക, 90ലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ റൊട്ടേഷൻ്റെ വാല്യൂ വന്നൊരു 75ലേക്കൊക്കെ കറക്റ്റായി ഇതേപോലെ സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വാല്യൂസ് നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക. കോപ്പി എടുത്ത ലെയർ ഇതേപോലെ കറക്റ്റായി ഇവിടെ അറേഞ്ച് ചെയ്യുക. ദെൻ ആ ഒരു ലെയർ നമ്മൾ സെലക്ട് ചെയ്യുക, അതായത് നമ്മൾ കോപ്പി എടുത്ത ലെയർ സെലക്ട് ചെയ്യുക. അഡ്ജസ്റ്റിലേക്ക് വന്ന ശേഷം നമ്മൾ ഇതിൻ്റെ വാല്യൂ ഒന്നൊരു 50ലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, കറക്റ്റ് ബ്ലറിൻ്റെ വാല്യൂ ഒരു 50ലേക്ക് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ റൊട്ടേഷൻ്റെ വാല്യൂ ഒരു 25ലേക്ക് കറക്റ്റായി സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ടിക്ക് ഓപ്ഷൻ കൊടുക്കുക. ദെൻ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കൂടെ എടുക്കുക, അതും കൂടെ വന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ കറക്റ്റായി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് കറക്റ്റായി അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ അവിടെ കറക്റ്റ് കിട്ടുള്ളൂ. ഇതേപോലെ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, എഗെയിൻ അഡ്ജസ്റ്റിലേക്ക് വരിക. നമ്മൾ എന്ത് ചെയ്യുക, ബ്ലറ് വന്നൊരു 15ലേക്ക് കൊടുക്കുക, 15ലേക്ക് കൊടുക്കുക. റൊട്ടേഷൻ വന്നൊരു 75ലേക്ക് കൊടുക്കുക. ഓക്കെ, കറക്റ്റ് 75 ആക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു വാല്യൂസ് ഒന്നും നിങ്ങൾ ചേഞ്ച് ചെയ്യരുത്. ദെൻ നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു എഫക്റ്റ് വന്ന് നമ്മൾ, അതായത് ആ ഒരു ബ്ലർ എഫക്റ്റ് കോപ്പി ചെയ്യുക. ഇതേപോലെ അടുത്തൊരു ക്ലിപ്പിലേക്ക് വന്ന് കറക്റ്റായി സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. രണ്ടാമത്തെ ക്ലിപ്പ്, രണ്ടാമത്തെ എഫക്റ്റ്, രണ്ടാമത്തെ ഇനി കറക്റ്റ് സെറ്റ് ചെയ്യുക. അതുപോലെ മൂന്നാമത്തെ എഫക്റ്റ് ഇതേപോലെ കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ക്ലിപ്പ് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, എഗെയിൻ നമ്മൾ വീഡിയോ എഫക്ട്സിലേക്ക് പോവുക. വീഡിയോ എഫക്ട്സിലേക്ക് നമ്മൾ ഇതേപോലെ മുകളിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് TV എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ നമുക്കൊരു ജിറ്റർ ഉണ്ടാവും, അതായത് ചെറിയൊരു അപ്പ് ആൻഡ് ഡൗൺ ഷേക്ക് കണക്കെ ഒരു ജിറ്റർ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. അത് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം അതിൻ്റെ ഒരു റേഞ്ച് വന്നൊരു 30ലേക്ക് സെറ്റ് ചെയ്യുക. കറക്റ്റ് ഒരു 30ലേക്ക് സെറ്റ് ചെയ്യുക, ടിക്ക് മാർക്ക് കൊടുക്കുക. അത് വന്ന് നമ്മളെ വീഡിയോയുടെ ഫസ്റ്റ് തൊട്ട് എൻഡ് വരെ ഇതേപോലെ നോർമലായി ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ബാക്ക് വരിക. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഇതിൽ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യുക. അതായത് ഫസ്റ്റിലും ഇതേപോലെ എൻഡിലും ആയിട്ട് 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്ത ശേഷം ഈ രണ്ടാമത്തെ കീ വന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു താഴത്തെ ഭാഗം ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്താൽ നമുക്കിവിടെ ഒപ്പാസിറ്റി പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി ഒന്നൊരു 50ലേക്ക് സെറ്റ് ചെയ്യുക. കറക്റ്റ് ഒരു 55% സെറ്റ് ചെയ്യുക, ടിക്ക് ഓപ്ഷൻ കൊടുക്കുക. രണ്ടാമത്തെ ക്ലിപ്പിലും സെയിം പ്രോസസ്സ്. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, എൻഡിലായിട്ടൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എൻഡിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ചെറുതായിട്ടൊന്ന് സൂം ചെയ്ത് കൊടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒപ്പാസിറ്റിയിലേക്ക് വരിക. ഒപ്പാസിറ്റിയിൽ അതിൻ്റെ വാല്യൂ വന്ന് നമ്മൾ എന്ത് ചെയ്യുക, 50ലേക്ക് കറക്റ്റ് സെറ്റ് ചെയ്യുക. രണ്ടും സെയിം പ്രോസസ്സ് തന്നെയാണ്. നിങ്ങൾ എത്ര ക്ലിപ്പ് എടുക്കുന്നുണ്ടോ അത്രയും ക്ലിപ്പിലും ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോവുക. എന്ന് നമുക്ക് എന്ത് ചെയ്യുക, ആ ഒരു എക്സ്പോഷർ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഓവർലേയിൽ വരിക, ആഡ് ഓവർലേ കൊടുക്കുക. ഇതിൽ നമുക്ക് സ്റ്റോക്ക് വീഡിയോസ് ഉണ്ടാവും, അതിൽ വൈറ്റ് ഓവർലേ ഉണ്ടാവും. വൈറ്റ് ഓവർലേ ആഡ് ചെയ്യുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്ത് ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നാമത്തെ ക്ലിപ്പിന് കറക്റ്റായിട്ട് ആ ഒരു ഓവർലേ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒന്നാമത്തെ ക്ലിപ്പ് എത്രയാണോ ഉള്ളത് അതിന് കണക്കായിട്ട് ആ ഒരു ഓവർലേ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ
ഇതേപോലെ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ബ്ലെൻഡിൽ വരിക. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഓവർലേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുക. ദെൻ നമ്മൾ ടിക്ക് ഓപ്ഷൻ കൊടുക്കുക. ആനിമേഷനിലേക്ക് വരിക. ആനിമേഷനിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഔട്ടിൽ വരിക. അതായത് ആനിമേഷനിൽ വന്ന ശേഷം നമ്മൾ ഒന്നുകിൽ നമ്മൾ ഫെയ്ഡ് ഔട്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ നമുക്കിവിടെ ഫാൾ ഔട്ട് പറഞ്ഞാൽ പുതിയൊരു എഫക്റ്റും കൂടി ഉണ്ട്. ഓക്കെ, നമുക്ക് ഫെയ്ഡ് ഔട്ട് കൊടുക്കുക. ഫെയ്ഡ് ഔട്ടാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് തോന്നുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫെയ്ഡ് ഔട്ട് കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സെയിം ക്ലിപ്പ്, അതായത് ആ ഒരു ഓവർലേ നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. ഓരോ ഓവർലേ കോപ്പി ചെയ്തിട്ട് അടുത്ത ക്ലിപ്പിലും അതേപോലെ സെറ്റ് ചെയ്താൽ നമുക്ക് അടുത്ത ക്ലിപ്പിൽ ആ ഒരു എക്സ്പോഷർ എഫക്റ്റ് കിട്ടും. ദെൻ നമ്മളിത് പ്ലേ ചെയ്യുമ്പോൾ കണ്ടില്ലേ, കറക്റ്റായിട്ട് നമുക്കത് സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രിവ്യൂവിൽ ഇപ്പം കാണുമ്പോൾ ഒരു സ്മൂത്ത് ഇല്ലെങ്കിൽ നമ്മൾ പ്രിവ്യൂവിൽ കണ്ടതാണ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ക്ലിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലെ യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.